വരൂ വരൂ, ഇരിക്കൂ. കലകളൊക്കെ കണ്ടോ? കണ്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ കൂടെ കൂടെ വരണം. വേണുവിനെ ഏകാന്തതയാണ് ഇഷ്ടമെന്ന് ദേവി പറയാറുണ്ട്. ഇവിടെ ആരുടെ ശല്യവുമില്ലാതെ ഗിത്താർ വായിക്കാം. വേണ്ടി വന്നാൽ കവിത എഴുതാം. അപ്പൊ ബാങ്കിൽ ജോലിയൊന്നും വേണ്ടേ? ഓ, ഒഴിവുള്ളപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സൗകര്യം കിട്ടുമ്പോ ഞാൻ വരാം. എനിക്കൊരു സംശയം. വേണു ഒരു കല്യാണം കഴിച്ചാലും ഭാര്യയെക്കാൾ ഈ ഗിത്താറിനെ സ്നേഹിക്കുമോ എന്ന്. ചേച്ചി ഇന്ന് രാവിലെ മുതലേ കണ്ണാടിയുടെ മുമ്പിലാണല്ലോ. പിറന്നാളിന് പ്രത്യേകിച്ച് ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ? വേണ്ടാത്തെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ എന്ത് പറഞ്ഞു? ചേച്ചിയുടെ പിറന്നാളിന് കൂട്ടുകാരികളെ ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടോ എന്നല്ലേ ചോദിച്ചോളൂ. ഇതാ പറഞ്ഞത്. കള്ളത്തിന് മനസ്സിലുണ്ടെങ്കിൽ പിന്നെ അതേ തോന്നുള്ളൂ എന്ന്. നോക്ക്, കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നീ അടുക്കളയിലോട്ടൊന്ന് ചെല്ലേ. അച്ഛൻ അമരത്തുനിന്ന് വന്നാൽ ഉടനെ കാപ്പി ചോദിക്കും. എല്ലാം എടുത്തു വെക്കാൻ പറ. എല്ലാം റെഡിയായി ചേച്ചി. ഏതായാലും ഒന്നുകൂടെ ചെന്ന് നോക്ക്. പോ. ഞാൻ വിചാരിച്ചു വരാന്ന് പറഞ്ഞത് വെറുതെയാണെന്ന്. വെറുതെ ഞാൻ അങ്ങനെ എന്തെങ്കിലും നിന്നോട് പറയും? നീ പറയാറുള്ള മ്യൂസിക്കൽ ആൽബം പിറന്നാൾ സമ്മാനമായി തിരികട്ടെ. അച്ഛനെവിടെ പോയി? അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ദേവി പോയില്ലേ? ഞാൻ നേരത്തെ പോയി. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചത് വേണുവേട്ടന് വേണ്ടിയാണ്. ഇനി ഇതിൽ ഒരു ഫോട്ടോ കൂടി ഒട്ടിച്ചാൽ മതി. അതിന് അച്ഛൻ സമ്മതിച്ചു? അച്ഛൻ എന്താ സമ്മതിക്കാതിരിക്കാൻ? വേണുവേട്ടനെ അച്ഛന് വലിയ ഇഷ്ടമാണ്. അതല്ല, ഞാൻ ആരുമില്ലാത്തവനാണ്. ആ കുറവ് തീർക്കാനല്ലേ ഞാൻ വരുന്നത്. എനിക്കിതാണ് ഇഷ്ടപ്പെടാത്തത്. എന്നും ഒറ്റയ്ക്കാണല്ലോ എന്നീ തോന്നൽ മാറിയാലേ രക്ഷയുള്ളൂ. ഇതാണ് രാജേട്ടൻ, എന്റെ ഒരു അമ്മാവിന്റെ മകൻ. ഞാൻ വേണു. കേട്ടിട്ടുണ്ട്. എന്താ പ്രത്യേകിച്ച്? ഞാൻ ദേവിയുടെ അച്ഛനെ കാണാൻ വന്നതാ. ഓഹോ, ഞാൻ ഇവളുടെ പിറന്നാളായതുകൊണ്ട് വന്നതാ. അച്ഛൻ വരാൻ വൈകുമെന്ന് തോന്നുന്നു. വേണുവേട്ടൻ പോയിക്കൊള്ളൂ. ഞാൻ അച്ഛനോട് ഫോൺ ചെയ്യാൻ പറയാം. ഞാൻ ഇറങ്ങട്ടെ മിസ്റ്റർ രാജൻ. സിഗരറ്റ്? നോ താങ്ക്സ്. ആരോടും സ്നേഹമായിട്ട് പെരുമാറില്ല. വേണുവേട്ടനെ പറ്റി കേൾക്കുന്നതേ ദേഷ്യമാണ്. സാരമില്ല, ഞാൻ പിന്നെ വേണുവേട്ടന് എന്ത് തോന്നിക്കാണോ ആവോ. അയാൾക്ക് കയറി വരാൻ കണ്ടൊരു സമയം. എന്നാലും ചേച്ചി എന്തിനാ വേണുവേട്ടനെ പറഞ്ഞയച്ചത്? വഴക്ക് കൂടാൻ തയ്യാറായിട്ട് വന്നിരിക്കാണല്ലോ ഒരുത്തൻ. ശല്യമായി. അമ്മാവിന്റെ മകനാണെന്ന് പറയാൻ തന്നെ എനിക്ക് മടിയായിരുന്നു. രാജേട്ടന്റെ ഉപദ്രവം കുറെ കൂടുന്നുണ്ട്. ഒരു ദിവസം 3-4 കൂട്ടുകാരെയും കൂട്ടി എന്റെ ഹോസ്റ്റലിൽ വന്നിരുന്നു. അവിടെ നിന്ന് പറഞ്ഞേക്കാൻ പറ്റ പാട്. ഞാൻ അച്ഛനോട് പറയാൻ പോവാ അയാളെ ഇനി ഇങ്ങോട്ട് കയറ്റരുതെന്ന്. സ്വന്തം വീട്ടിലുള്ളത് മുഴുവനും കുടിച്ച് നശിപ്പിച്ചു. ഇപ്പോൾ ബന്ധുക്കൾ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് അവനെ കൂടി നശിപ്പിക്കാൻ. കാത്തിരിക്കാൻ ഒരാളുണ്ടാവുക എന്നത് ഒരു സുഖമുള്ള കാര്യമാണ് അല്ലേ ദേവി? എന്താ ഇപ്പോഴങ്ങനെ തോന്നാം? ഇതുവരെ അങ്ങനെ തോന്നേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഓഫീസ് വിട്ടാൽ കടൽക്കരയിലോ റെസ്റ്റോറന്റിലോ ചെന്നിരുന്ന് സമയം കളയുകയായിരുന്നു പതിവ്. ഇപ്പൊ എന്നെ കാത്തിരിക്കാൻ എന്റെ ഗിറ്റാറിന്റെ ശബ്ദം കേൾക്കാൻ ഒരാളുണ്ടല്ലോ. വേഗം തമാശ കേൾക്കണോ? പണ്ടൊക്കെ വെക്കേഷന് മാത്രമേ ഞാൻ ചെറിയമേരി വീട്ടിൽ വരാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് പോരും. ചെറിയമ്മയും മകളും വിചാരിക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടാണെന്ന.
ഇതിലെന്താ എത്രയും പേടിക്കാൻ? വേണുവേട്ടനൊന്നും അറിയണ്ട. അച്ഛനോട് ഞാൻ ചോദിക്കാം. നിങ്ങളൊക്കെ വലിയ വീട്ടുകാരല്ലേ ദേവി? വീട്ടുകാരെയാണോ വേണുവേട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്നത്? എന്നെയല്ലേ? അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ ആരോടും മിണ്ടാതെ ഞാൻ ഇറങ്ങിപ്പോരും. വേണുവേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഞങ്ങൾക്കൊരു ദിവസം പോലും കാണാതിരിക്കാൻ വയ്യാതെയായി. ഞാൻ വേണുവേട്ടൻ്റെതും വേണുവേട്ടൻ്റെ എന്റേതുമായിരുന്നു. ഞങ്ങൾ വളരെയേറെ അടുത്തു. അടുപ്പം. കരയാതിരിക്കൂ. എന്നിട്ടെന്തുണ്ടായി? ഞാൻ ഗർഭിണിയായി. വേണുവായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ഇങ്ങനൊരു മകൾ എനിക്കില്ല എന്ന് ഞാൻ കരുതുമായിരുന്നു. ഏതായാലും ഇനി താമസിപ്പിക്കണ്ട. കഴിയും വേഗം നിങ്ങളുടെ വിവാഹം നടത്താം. വേണുവിനെ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറയും. ദേവിയാണ്. ഞാൻ അച്ഛനോട് എല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം പറഞ്ഞു. നമുക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നെന്ന് കേട്ടപ്പോൾ അച്ഛൻ ആദ്യം ദേഷ്യപ്പെട്ടു. പിന്നെ വേണുവേട്ടനാണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് സമ്മതിച്ചത്. ആശ്വാസമായി. അച്ഛൻ എന്ത് പറയുമെന്നറിയാതെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ പ്രശ്നം തീർന്നില്ലേ? അച്ഛൻ വേണുവേട്ടനെ കാണാൻ കാത്തിരിക്കാണ്. വിവാഹത്തെ പറ്റി പറയാൻ ഞാനിത് പുറപ്പെടുകയാണ്. ബാക്കിയെല്ലാം നേരിട്ട് പറയാം. എന്റെ വേണുവേട്ടൻ മരിച്ചു. ഭർത്താവില്ലാതെ ഗർഭം ധരിച്ച ഞാൻ വീട്ടുകാർക്കൊരു പ്രശ്നമായിരുന്നു. അച്ഛന്റെ അന്തസ്സിനെ പറ്റി, കോൺവെന്റിൽ പഠിച്ചിരുന്ന അനിയത്തിയുടെ ഭാവിയെ പറ്റി ഞാൻ ആലോചിച്ചു. ആലോചിക്കും തോറും ഞാൻ തളരുകയായിരുന്നു. ഒരു ദിവസം അച്ഛൻ എന്നോട് പറഞ്ഞു, ഏതായാലും സംഭവിക്കേണ്ടത് സംഭവിക്കും. ഇനി ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നതാണ് ബുദ്ധി. നിനക്കിഷ്ടമില്ലാത്തൊരു കാര്യത്തിന് ഞാൻ ഇങ്ങനെ നിർബന്ധിക്കാൻ പോവുകയാണ്. രാഘവനെ വിവാഹം കഴിക്കണം. വേണ്ട, എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അച്ഛനെ നിർബന്ധിക്കരുത്. എന്നാൽ ഇവൾ തെരുവിൽ കിടന്ന് പ്രസവിക്കട്ടെ അമ്മാവ. അമ്മാവിന് ഈ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടായിരുന്നു കരുതിയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അല്ലാതെ കണ്ടവനുണ്ടാകുന്ന കുട്ടിയെ ചുമന്നു നടക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല. എനിക്ക് വിവാഹം വേണ്ട. അത് തീരുമാനിക്കേണ്ടത് നീയല്ല. നിനക്കൊരു അഞ്ചത്തി കൂടി ഉണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. നാളെ അവളെ ആലോചിച്ച് ആരെങ്കിലും വന്നാൽ ചേച്ചിയെ പറ്റി കേട്ട് അവൾ തിരിച്ചു പോകാനുള്ളവരല്ല. അമ്മാവൻ ഇങ്ങോട്ട് വരണം. ഇവളുടെ സമ്മതം നോക്കിയിരുന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ അമ്മാവന് തലപൊക്കി നടക്കാൻ പറ്റില്ല.
ഞാനൊരു വഴി പറഞ്ഞുതരാം. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നശിപ്പിക്കരുതെന്നാണല്ലോ അവൾ വാശി പിടിക്കുന്നത്. നമുക്ക് നിർബന്ധിക്കാൻ പോണ്ട. ഈ നാട്ടുകാരും അറിയാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി അവൾ താമസിപ്പിക്കാം. അവൾ അവിടെ ഒന്ന് പ്രസവിക്കട്ടെ. ബാക്കി കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാം. എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങൾ വഴങ്ങിയോ? വഴങ്ങാതിരിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. ഞാനൊരു പെണ്ണല്ലേ. ദൂരെയുള്ളൊരു ഗ്രാമത്തിൽ ആളൊഴിഞ്ഞൊരു വീട്ടിൽ ഞാൻ താമസമാക്കി. അവിടെ വെച്ച് ഞാൻ പ്രസവിച്ചു. പക്ഷേ പ്രസവിച്ച ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എന്റെ കുഞ്ഞിനെ കാണാതായി. മാനസിക വിഷമങ്ങൾ കാരണം ഹൃദയം പൊട്ടി എന്റെ അച്ഛൻ മരിച്ചു. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. പലതവണ ഞാൻ മരിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ എന്റെ അനീതിക്ക് വേണ്ടി ഞാൻ ജീവിക്കണമായിരുന്നു. ഏകാന്തത മാത്രം എനിക്ക് കൂട്ടായി. അല്ലെങ്കിൽ അത് മാത്രം ഞാൻ ഇഷ്ടപ്പെട്ടു. പേരുവെട്ടിന്റെ ഗിറ്റാറും അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ അടങ്ങിയ ആൽബവുമായിരുന്നു എന്റെ ഏക ആശ്വാസം. ഒരു ദിവസം ചേച്ചിക്കൊരു കത്തുണ്ട്. ആരുടേതാ? ആരുടേതെന്ന് അറിഞ്ഞില്ല. മേച്ചപ്പുറത്ത് കിടക്കുന്ന കണ്ടു. നിന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇന്ന് രാത്രി 10 മണിക്ക് എസ്റ്റേറ്റ് ബംഗ്ലാവിന്റെ അടുത്തുള്ള ഔട്ട് ഹൗസിൽ വരിക. നീ പോയിക്കോ. 1 മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ മതി. പറഞ്ഞു കേൾക്കൂ. നിനക്ക് ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ നീ വരില്ലായിരുന്നു. എന്റെ കുഞ്ഞെവിടെ? പേടിക്കണ്ട, അവൻ എന്റെ സംരക്ഷണയിലുണ്ട്. പരിഭ്രമിക്കാനൊന്നുമില്ല. ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. ലോകം ഇതറിഞ്ഞാൽ നിന്റെ തറവാടിന്റെ മാനം എന്താകുമെന്ന് നിനക്കറിയാമല്ലോ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പഠിച്ചു കിട്ടില്ലാതെ കാര്യം പറയൂ. ഒന്നുമില്ല. നീ ഇതുവരെ സമ്മതിക്കാതിരുന്ന ഒരു ചെറിയ കാര്യം, ഞാനും നീയും തമ്മിലുള്ള വിവാഹം. നിന്റെ രഹസ്യങ്ങൾ അറിഞ്ഞാൽ ആരും നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാവില്ല. ഞാൻ നിന്റെ മുറച്ചെറുക്കനാണ്. നിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ദയവായി എന്റെ മോനെ എനിക്കൊന്ന് കാണിച്ചു തരും. എന്തിന് കാണിച്ചു തരില്ലാക്കും? അവന് നിന്നെ തന്നെ ഏൽപ്പിക്കാം. നമ്മുടെ വിവാഹത്തിന് ശേഷം മാത്രം. വിവാഹം കഴിഞ്ഞിട്ടും അയാൾ കുഞ്ഞിനെ എന്നെ കാണിച്ചില്ല. എപ്പോഴും ഓരോ കാരണം പറഞ്ഞ് അയാൾ എന്നെ കളിപ്പിച്ചു. എന്റെ ഭർത്താവാണെന്ന് അധികാരം വെച്ചുകൊണ്ട് എന്റെ സ്വത്തുക്കൾ ധൂർത്തടിച്ചു. പക്ഷേ എന്റെ കുഞ്ഞിനെ കാണിച്ചു തരാതെ എന്നോടൊപ്പം ഉറങ്ങാൻ മാത്രം അയാളെ ഞാൻ അനുവദിച്ചില്ല. മദ്യപാനികളായ കൂട്ടുകാരെ അയാൾ എന്നും എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് കൊണ്ടുവരുമായിരുന്നു. എന്റെ അച്ഛൻ പരിഭാവനമായി സൂക്ഷിച്ചിരുന്ന ബംഗ്ലാവിൽ പല രാത്രികളിലും വേശികളുടെ പൊട്ടിച്ചിരികൾ മുഴങ്ങി. ജഗമേ ചലേ ഭവന കി ഇത് എന്റെ ഭാര്യ മിസ്സിസ് ദേവി. കല്യാണത്തിന് മുമ്പേ പഴച്ചു പറ്റുന്നുണ്ടാവാം. കല്യാണത്തിന് ശേഷം ഭർത്താവിന് ബെഡ്റൂമിൽ കിടത്താറില്ല. ദേവി, ഇത് മിസ് ലതിക, എന്റെ ഫ്രണ്ട്. ഗുഡ് നൈറ്റ്.
ദേവി വരൂ. Why don't you join us? Come on, have a drink. Just for company's sake. ഇല്ല, ഇനി ഞാൻ സമ്മതിക്കില്ല. അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്തുക്കൾ മുഴുവനും നശിപ്പിക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. അതെന്റെ സുഖത്തിന് വേണ്ടി. പിഴച്ചുപറ്റി നിന്റെ മാന രക്ഷിച്ചതിന്റെ കൂലിയാണെന്ന് കരുതിക്കോ. കുറെ കഴിയുമ്പോൾ അഡ്വക്കേറ്റ് ഇവിടെ വരും. എസ്റ്റേറ്റിന്റെ ഒരു ഭാഗം എന്റെ പേരിൽ എഴുതി വെച്ചില്ലെങ്കിൽ പിന്നെ നീ ജീവിച്ചിരുന്നെന്ന് വരില്ല. ഒരു ദിവസം രാത്രി അനിയത്തി പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്ന ദിവസം അയാൾ കണക്കില്ലാതെ മദ്യപിച്ച് വീട്ടിൽ വന്ന് കയറി. നീ എപ്പോ വന്നടി? കാലത്ത്. പരീക്ഷയെല്ലാം കഴിഞ്ഞോ? ഗുഡ്. നീ ഇനി പഠിക്കാനൊന്നും പോണ്ട. ചേച്ചിക്ക് കൂട്ടായി ഇവിടെ കഴിഞ്ഞു. ഇന്ന് ലതിക ഫ്രീ അല്ല, മോളി ഫ്രീ അല്ല, ആരും ഫ്രീ അല്ല. ഇന്ന് ഞാൻ നിന്റെ കൂടെ കിടക്കും. പുറത്തു പോകാൻ ഇതുവരെ ഞാൻ ക്ഷമിച്ചു. ഇനിയും എന്നെ പരീക്ഷിച്ചാൽ നീ അനുഭവിക്കും. അനുഭവിച്ചോളാം. ആദ്യം മുറിയിൽ പുറത്തിറങ്ങണം. Daddy? 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 എന്റെ ചേച്ചി, ഞാൻ നശിച്ചു. ഇന്നലെ രാത്രി രാജേട്ടൻ എന്റെ മുറിയിൽ കയറി വന്നു. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. തൃപ്തിയായില്ലേ? എന്നെ കൂടി കൊല്ലേ. എന്റെ കുഞ്ഞിനെ നിങ്ങൾ എടുത്തോണ്ട് പോയി. എനിക്കാകെ ഉണ്ടായിരുന്ന അനിയത്തിയെ നശിപ്പിച്ചു കൊന്നു. എന്നെ ആയിട്ട് എന്തിനു ബാക്കി വെക്കുന്നു? ഇനി നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. പറയൂ, എന്റെ കുഞ്ഞെവിടെ? എന്റെ കുഞ്ഞെവിടെ? പറയാ. നിന്റെ കുഞ്ഞിനെ ഒളിച്ചു വെച്ച് ഭയപ്പെടുത്തി നിന്നെ വിവാഹം കഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ കൊണ്ടുപോരുന്ന വഴിക്ക് തന്നെ ആ കുട്ടി മരിച്ചുപോയി. നിങ്ങൾ കള്ളം പറയാണ്. എന്റെ കുഞ്ഞിനെ നിങ്ങൾ മനഃപൂർവ്വം കൊന്നതാണ്.
വിളിച്ചത് കേൾക്കാതെ അയാൾ കാറും എടുത്തുപോയി. മാനസികമായി അയാളും തളർന്നിരിക്കാം. വളരെ സ്പീഡിൽ നിയന്ത്രണമില്ലാതെ അയാൾ കാർ ഓട്ടിച്ചുകൊണ്ട് പോയി. കൊല്ലിയിലേക്ക് മറഞ്ഞ് കാറിന് തീ പിടിച്ചു. ആ അപകടത്തിൽപ്പെട്ട് എന്റെ ഭർത്താവ് മരിച്ചുപോയി. ഫാന്റാസ്റ്റിക് സ്റ്റോറി. ദേവി വിചാരിച്ചാൽ നല്ല കഥകൾ എഴുതാൻ കഴിയും. കേട്ടോ മിസ്റ്റർ ഗോപിനാഥ്, ഇവിടെ നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്നു. ആരറിഞ്ഞു എന്റെ ഭാര്യ മലയാളത്തിലെ ഏറ്റവും നല്ല കഥയെഴുത്തുകാരി ആവില്ല എന്ന്?